വെളിയിലൊരു കമ്പി വർഷങ്ങൾ കൊണ്ട് കുത്തി നിർത്തിയിരുന്ന കമ്പിയാണ്. അത് ഞാനും അതിൻ്റെ തലേന്ന് ചെന്ന് പിടിച്ചതാണ്. എപ്പോൾ വന്നാലും ആ ഒരു വളവിന് കുറേയധികം കൃഷിയുണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കും. ഇന്ന് വന്നപ്പോഴും ഈ ഒരു മരണം സംഭവിച്ച ദിവസം വന്നപ്പോഴും ഞാൻ കണ്ടു അവിടെ നിന്ന് കുറേ പോച്ചയൊക്കെ പറിച്ച് അവിടെ നിൽക്കുമായിരുന്നു. ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിനാണ് മനസ്സിലായത് കറണ്ട് അടിച്ചതാണ്. അങ്ങനെയാണ് ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്ത് കൈ അടിച്ച് മാറ്റിയത്. അതിൻ്റെ പൈപ്പ് പൊട്ടിയതായിരുന്നു. പൈപ്പ് പൊട്ടി ആ വയറ് വെളിയിൽ വന്ന ആ കമ്പിയിൽ മുട്ടി ഇരിക്കുമായിരുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കൊല്ലം പത്തനാപുരം പട്ടാഴിവടേക്കര ചെലുക്കുഴി സ്വദേശിയായ വീട്ടമ്മയ്ക്ക് വൈദ്യുതാഘാതമേറ്റു ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. ഈ അന്ത്യവുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരുടെയും അയൽവാസികളുടെയും പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞാൻ രാവിലെ തേച്ച് മഴിക്കൊണ്ടിരുന്നപ്പം അവരെ കണ്ടു. കാര്യം ഞങ്ങൾ രണ്ടും കൂടെ സംസാരിച്ച് ഇപ്പം പച്ചക്കറി മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു പച്ചമുളക് ഞാൻ തരാമെന്ന് പറഞ്ഞു. പച്ചമുളക് തന്നു. അത് ഞാൻ മെഴുകുവരട്ടിക്ക് ഇട്ടിട്ട് തൊഴിലുറപ്പിന് തേച്ച് മഴയ്ക്ക് വെച്ചേച്ച് ഞാൻ തൊഴിലുറപ്പിന് പോയപ്പോൾ ആ മുറ്റം പോച്ച പറിക്കുന്ന കണ്ടാച്ച ഞാൻ പോയത്. പോച്ച പറിച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഞാൻ തൊഴിലുറപ്പിന് ഇവിടെ അടുത്തൊരു സ്ഥലത്താണ് നിന്ന്. അപ്പോൾ എനിക്ക് ഫോൺ വന്ന് ഇങ്ങനെ കറണ്ട് അടിച്ചൊന്ന് വിളിച്ച് ചോദിച്ചു മേറ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടേച്ചാന്നല്ലേ പോകുന്നത്, കാര്യം പറഞ്ഞാന്നല്ലേ പോകുന്നതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ഫോൺ വന്നു, വീട്ടിൽ വന്നൊന്ന് നോക്കാൻ. അപ്പം ഇവിടെ വന്ന് നോക്കിയപ്പം ഇവിടെ 2 പേരിരിപ്പുണ്ട്. വെളിയിലൊരു കമ്പി വർഷങ്ങൾ കൊണ്ട് കുത്തി നിർത്തിയിരുന്ന കമ്പിയാണ്. അത് ഞാനും അതിൻ്റെ തലേന്ന് ചെന്ന് പിടിച്ചതാണ്. അപ്പം മഴയുണ്ടായതുകൊണ്ട് എരുത്തിൽ കയറി ചൂലെടുത്തപ്പോൾ ചൂലും ഒക്കെ ഉണ്ടായിരുന്നു കൈ. കമ്പിയെ പിടിച്ചിറങ്ങിയതായിരിക്കും. അപ്പോൾ കമ്പിയിലായിരുന്നു കൈ ഇരുന്നത്. ഞാൻ കണ്ടില്ലെങ്കിലും മരുമോള് വന്ന് പറഞ്ഞു. മരുമോളും മോനും ഉണ്ടായിരുന്നു, അകത്തുണ്ടായിരുന്നു. പിന്നെ റോഡിൽ പോയ ആരോ കണ്ടു വന്ന ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിനാണ് മനസ്സിലായത് കറണ്ട് അടിച്ചതാണ്. അങ്ങനെയാണ് ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്ത് കൈ അടിച്ച് മാറ്റിയത്. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. മോന് ഷോക്ക് അടിച്ചായിരുന്നു? മോനും ഷോക്ക് അടിച്ചായിരുന്നു. മരുമോക്കും കയ്യിൽ ഷോക്ക് അടിച്ചായിരുന്നു. അത് പെട്ടെന്ന് ആ കൊച്ച് കൈ വിട്ടു, മറ്റേ ചെറുക്കൻ തെറിച്ച് പോയി. അപ്പോഴത്തേനെ ഭർത്താവ് വന്നു അങ്ങനെ ആ തട്ടി മാറ്റിയത് പൈപ്പ് കഷ്ണം വെച്ച്. ബാത്റൂമിലോട്ട് പോകാനുള്ള കണക്ഷനായിരുന്നു. അത് പണ്ട് ചെയ്തത് ആ മണ്ണിനടിയിൽ കൂടെ കുഴിച്ചിട്ടതാ. അങ്ങനെ കുഴിച്ചിട്ടത് അതിൻ്റെ പൈപ്പ് പൊട്ടിയതായിരുന്നു. പൈപ്പ് പൊട്ടി ആ വയറ് വെളിയിൽ വന്ന ആ കമ്പിയിൽ മുട്ടി ഇരിക്കുമായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയപ്പോഴേ അനക്കമില്ലെന്നായിരുന്നു മോനോട് ഞാൻ ചോദിച്ചു. ഈ അമ്മ വൈദ്യുതി ആക്കാതെ വേക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഈ അമ്മയെ കണ്ട വ്യക്തിയാണ് നമ്മുടെ സഹപ്രവർത്തകനായ സാദിഖ്. എന്താണ് ഈ അമ്മയ്ക്ക് സംഭവിച്ചതെന്ന്? ഞാൻ ദിവസവും വീട്ടിൽ നിന്ന് ഈ ഒരു വഴി കൂടാണ് വരുന്നത്. ഇവരുടെ വീടെന്ന് പറയുന്നൊരു വളവിനാണ്. അപ്പം വളവിന് ഞാൻ എന്നും കാണും. ആ ഒരു അമ്മ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ ചേട്ടൻ അവിടെ പഠിച്ചാണ് അവരുടെ മക്കൾ ഒരു മോൻ. അപ്പോൾ എനിക്ക് ചെറുപ്പകാലം പോലെ ഈ അമ്മയെ അറിയാം. എപ്പോൾ വന്നാലും ആ ഒരു അമ്മ ഈ കൃഷിയും ആ കാര്യമായിട്ടൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവും. ആ അച്ഛനും അങ്ങനെ തന്നെയാണ്, അവർ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പം എപ്പോൾ വന്നാലും ആ ഒരു വളവിന് കുറേയധികം കൃഷിയുണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കും. ഇന്ന് വന്നപ്പോഴും ഈ ഒരു മരണം സംഭവിച്ച ദിവസം വന്നപ്പോഴും ഞാൻ കണ്ടു അവിടെ നിന്ന് കുറേ പോച്ചയൊക്കെ പറിച്ച് അവിടെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ മേളിലെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മരണം അറിയുന്നത്. അപ്പം പെട്ടെന്ന് ഞാൻ കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. കാരണം നമ്മളിപ്പം കണ്ടിട്ട് വന്നൊരു വ്യക്തി മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ, കാരണം എടുത്തപ്പം തന്നെ മരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പ്രാഥമിക ശുശ്രൂഷയൊന്നും കറക്റ്റ് ആയിട്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. കൊടുത്തപ്പോൾ മകനെ ഉള്ളായിരുന്നു, മകനെ അടിച്ചിട്ടുണ്ട്, എറുത്തടിച്ചിട്ടുണ്ട്, മരുമകൾക്കും എറുത്തേറ്റിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവിടെ ആരും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് തന്നെ. ഒരു പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ ചിലപ്പം കൊടുത്തിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെട്ടു പോയേനെ. എന്തായാലും ഒട്ടും വിചാരിക്കാത്തൊരു സംഭവമായി പോയത്. അപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ശരത് ഭവനിൽ രാമചന്ദ്രൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം കഴിഞ്ഞ 20 കൊല്ലം മുമ്പ് ആ വീട്ടിൽ നിന്നും ബാത്റൂമിലേക്ക് ലൈറ്റ് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്നും ഒരു PVC ലൈൻ വഴി അല്ലെങ്കിൽ PVC പൈപ്പ് വഴി ഇലക്ട്രിസിറ്റി ആ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ലൈൻ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ PVC പൈപ്പ് കടന്നു പോകുന്ന ആ ഭാഗത്ത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പോ ഒരു 8 mm ഇരുമ്പ് പൈപ്പ് അല്ലെങ്കിൽ ഇരുമ്പ് കമ്പി ഇടിച്ചിറക്കുകയും ആ ഇടിച്ചിറക്കിയ കമ്പിയിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് പോയ ഒരു സാഹചര്യമുണ്ടായി. ആ പാസ് ചെയ്ത സമയത്താണ് ഈ വീട്ടമ്മയായ വിജയശ്രീ അതുവഴി കടന്നു വരികയും എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ ആ കമ്പിയിൽ പിടിക്കുകയും അങ്ങനെ അതിൽ നിന്നും ഷോക്കേറ്റാണ് ഈ മരണം സംഭവിച്ചത്. ഈ സംഭവം നടക്കുമ്പോൾ മകനായ ശരത്ത് അവിടെ ഉണ്ടായിരുന്നു. ശരത്ത് ഈ അമ്മയെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ച് പോലും അദ്ദേഹത്തിനും ഷോക്ക് ഏറ്റെന്നാണ് നാട്ടുകാരിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് ഈ വിജയശ്രീ എന്ന വീട്ടമ്മ മരണപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ വിഷയത്തിൽ നമ്മൾ ഇലക്ട്രീഷ്യനുമായി ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ഏകദേശം 4 അടിയോളം താത്തായിരുന്നു ഈ PVC പൈപ്പിലൂടെ ലൈൻ കടന്നു പോകുന്നത്.
ആ പൈപ്പിലേക്ക് ഈ GI പൈപ്പ് അല്ലെങ്കിൽ ഇരുമ്പ് കമ്പി ഇടിച്ചിറക്കുകയും ആ കമ്പിയും ഈ പറയുന്ന ലൈനിൽ കൂടി കടന്നുപോയ വയറും തമ്മിൽ ടച്ചായി അതുവഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്താണ് ഈ അമ്മയ്ക്ക് മരണം സംഭവിച്ചതെന്നാണ് ഇലക്ട്രീഷ്യനും പറയാൻ സാധിച്ചത്. നമ്മുടെ കുറച്ച് നാളുകളായി ഈ ഇലക്ട്രിസിറ്റി ബോർഡ് പഴയ വീടുകൾക്ക് പണ്ട് കാലത്ത് ELCB ഒന്നും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ELCB കർശനമായി സ്ഥാപിക്കണമെന്ന് ഇലക്ട്രിസിറ്റിയിലെ ആളുകൾ എല്ലാ വീടുകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇവിടെ ELCB സ്ഥാപിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആളുകൾ വന്ന് വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടായി ELCB സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കൂ എന്ന് അവർ പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ. മഴ കൂടിയാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പം 2 ദിവസമായി വലിയ ശക്തമായ മഴ അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ പൈപ്പിൽ നിന്നും ഈ ലൈനിലേക്ക് അല്ലെങ്കിൽ കമ്പിയിലേക്ക് ഈ വൈദ്യുതി പാസ് ചെയ്ത് അങ്ങനെ ഒരു മരണം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രാഥമിക ശുശ്രൂഷകൾ വേണ്ട രീതിയിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഇവിടുന്ന് ഹോസ്പിറ്റൽ തൊട്ടടുത്ത മെഡിക്കൽ കോളേജായ മൗണ്ട് സ്യൂവിൽ കൊണ്ടുപോകുമ്പോഴത്തേന് മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ വാർത്ത കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ മഴക്കാലമാണ്. നമ്മൾ ഇത്തരത്തിൽ ELCB മറ്റ് സംഗതികളൊക്കെ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ വളരെ കൃത്യമായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ വീട്ടിലെ വൈദ്യുതിയുടെ എർത്തിങ്ങൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചിലക്കുടി നിന്നും ക്യാമറാമാൻ സാധിക്കുന്നു. ഇപ്പം അജിത് പട്ടാഴി, വാർത്ത 24.